ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫിസിക്സ് ബൈ ഗ്രേസ് യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് കോംപ്ലക്സ് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്യാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോഷി റീമൻ കണ്ടീഷൻസ് പോളാർ ഫോമിലേക്ക് ഡിറൈവ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺജുഗേറ്റ് ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കോൺജുഗേറ്റ് ഹാർമോണിക് ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നമുക്കറിയാം ഹാർമോണിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഹാർമോണിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനിഷൻ ഇവിടെ എഴുതിയത് വായിക്കൂ. എനി ഫംഗ്ഷൻ വിച്ച് സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഹാർമോണിക് ഫംഗ്ഷൻ. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് ഹാർമോണിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ലാപ്ലേസ് ഇക്വേഷൻ നമുക്കറിയാം ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0. ഡെൽ സ്ക്വയർ വി 0 ആണെങ്കിൽ ആ വിനെ നമുക്ക് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. നോക്കൂ, ഡെൽ സ്ക്വയർ വി 0 എന്ന് പറഞ്ഞാൽ ഡെൽ സ്ക്വയർ വി ബൈ ഡെൽ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ വി ബൈ ഡെൽ വൈ സ്ക്വയർ. നമ്മൾ മൂന്ന് വേരിയബിൾസിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എക്സ് വൈ സെഡും കൂടി എഴുതാറുണ്ട് അല്ലേ. ഡെൽ സ്ക്വയർ വി ബൈ പ്ലസ് ഡെൽ സ്ക്വയർ വി ബൈ ഡെൽ സെഡ് സ്ക്വയർ ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വേരിയബിൾസ് എക്സ് വൈ വേരിയബിൾസിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എക്സ് ടേമും വൈ ടേമും മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലാപ്ലേസ് ഇക്വേഷൻ അല്ലേ. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഫംഗ്ഷൻ നമുക്ക് ഹാർമോണിക് ഫംഗ്ഷൻസ് വിളിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ അനലിറ്റിക് ഫംഗ്ഷനും ഹാർമോണിക് ഫംഗ്ഷനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? നോക്കൂ, ഈ തിയറാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നു, പിന്നെ നമുക്കതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഇഫ് എഫ് ഓഫ് സെഡ് ഈസ് ഇക്വൽ ടു യു പ്ലസ് ഐ വി ഇസ് എൻ അനലിറ്റിക് ഫംഗ്ഷൻ. നോക്കൂ, ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. ഇത് അനലിറ്റിക് ആണെങ്കിൽ, അനലിറ്റിക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്നൊക്കെ നമുക്കറിയാം. കോഷി റീമൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒരു ചെറിയ റീജിയനിലെങ്കിലും കണ്ടിന്യൂസ് ആണ് അല്ലേ. അപ്പോൾ ഇഫ് എഫ് ഓഫ് സെഡ് ഈസ് ഇക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് എൻ അനലിറ്റിക് ഫംഗ്ഷൻ ദെൻ യു ആൻഡ് വി ആർ ബോത്ത് ഹാർമോണിക് ഫംഗ്ഷൻസ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നു. നോക്കൂ, എഫ് ഓഫ് സെഡ് എന്നുള്ളത് യു പ്ലസ് ഐ വി ആണ്. അതൊരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൽ വരുന്ന റിയൽ പാർട്ട് യുവും ഇമാജിനറി പാർട്ട് വിയും എന്തായിരിക്കും? അവർ ഹാർമോണിക് ഫംഗ്ഷൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും അവർ ഹാർമോണിക് ഫംഗ്ഷൻസ് ആയിരിക്കും. മനസ്സിലായോ? ആ ഒരു കാര്യം നമുക്ക് പ്രൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുന്നു. ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് സെപ്പറേറ്റ് ഹാർമോണിക് ആയിരിക്കും, ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ഹാർമോണിക് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന ഈ യുവിനെയും വിനെയും നമ്മൾ വിളിക്കുന്ന പേര് ഹാർമോണിക് കോൺജുഗേറ്റ് ഫംഗ്ഷൻസ് ആണ്, അല്ലെങ്കിൽ കോൺജുഗേറ്റ് ഹാർമോണിക് ഫംഗ്ഷൻസ് എന്നാണ്. കാരണം ഇവർ അനലിറ്റിക് ആണ്, രണ്ടുപേരും സെപ്പറേറ്റ്ലി ഹാർമോണിക് ആണ്. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ അവരെ വിളിക്കുന്നത് കോൺജുഗേറ്റ് ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ഇതിൻ്റെ പ്രൂഫ് ഒന്ന് ചെയ്തോട്ടെ. ഫസ്റ്റ് ഇതൊന്ന് പ്രൂവ് ചെയ്തോട്ടെ. നോക്കൂ, ലെറ്റ് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ബി ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. അനലിറ്റിക് ഫംഗ്ഷൻ ആണ് എടുക്കുകയാണ്. എങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഒരു കാര്യം പറയാൻ പറ്റും. ദിസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് കോഷി റീമൻ കണ്ടീഷൻ. Therefore f of z should satisfy, അല്ലെങ്കിൽ f of z satisfies എന്ന് എഴുതിയാലും മതി. കോഷി റീമൻ f of z satisfies കോഷി റീമൻ CR ഞാൻ ചുരുക്കിയത് CR കണ്ടീഷൻസ്. CR കണ്ടീഷൻസ് ഞാനൊന്ന് എടുത്ത് എഴുതിക്കോട്ടെ. del u by del x is equal to del v by del y, and ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. del u by del y is equal to minus del v by del x. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഫസ്റ്റ് ഇക്വേഷനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഡെൽ ബൈ ഡെൽ എക്സ് വരും, ഇവിടെയും ഡെൽ ബൈ ഡെൽ എക്സ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ലെഫ്റ്റ് സൈഡിൽ എന്താ വരിക? ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ വി ബൈ താഴെ ഡെൽ എക്സ് ഡെൽ വൈ എന്നാണ് വരിക. ദിസ് ഇക്വേഷൻ നമ്പർ 3. ഇതുപോലെ ഡിഫറൻഷ്യേറ്റിംഗ്
equation 2 partially with respect to y. ഇക്വേഷൻ 2 ഞാൻ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വരും ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ സ്ക്വയർ വി ഡിവൈഡ് ബൈ ഡെൽ വൈ ഡെൽ എക്സ് എന്നാണ് വരിക. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, നോക്കൂ, ഇക്വേഷൻ 3യും ഇക്വേഷൻ 4 ഞാൻ ആഡ് ചെയ്യാണ്. ഒന്ന് ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയറും മറ്റേത് ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയറും. ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യാണ്. ആഡിങ് equations 3 and 4 we get del square u by del x square plus del square u by del y square is equal to right hand side വരുന്നത് del square v by del x del y മറ്റേതിൽ minus del square v by del y del x del square v by del x del y minus del square v by del y del x. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ രണ്ട് ടേംസും സെയിം ആണ്, എക്സാക്ട്ലി സെയിം ആണ്. ഈ ഡെൽ എക്സ് ഡെൽ വൈ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതുകൊണ്ട് ഈ ഡെറിവേറ്റീവ്സിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാൻ പറ്റും? 0 എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഇംപ്ലൈസ് അത് ക്യാൻസൽ ചെയ്തു പോകും. ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ ഈസ് പ്ലസ് del square u by del y square is equal to 0, which implies u is a u satisfies equation എന്ന് വിളിക്കാം, equation Laplace equation വിളിക്കാം, that is u satisfies Laplace equation, so u is a harmonic function. Okay, നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? ഫസ്റ്റ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. സെക്കൻഡ് ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇതിന് പകരം നിങ്ങൾ തിരിച്ച് ചെയ്യാന്നിരിക്കുമോ? ഫസ്റ്റ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, സെക്കൻഡ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. ഇതുപോലെ തന്നെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് വി എന്നുള്ളത് ഹാർമോണിക്കാന്ന് കിട്ടും. സിമിലർലി we can prove that del square v by del x square plus del square v by del y square is equal to 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് which implies v also is harmonic. v also harmonic ആണ് കിട്ടി. Okay, that is if u plus iv is analytic, both u and v are harmonic. ഇങ്ങനെ വരുമ്പോൾ യുവിനെയും വിയെയും വിളിക്കുന്ന പേരാണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഫങ്ഷൻസ്. ഓക്കെ, യുവും വിയും ഹാർമോണിക് ആകണം. അതേസമയം യു പ്ലസ് ഐ വി അനലിറ്റിക്കും കൂടിയാണെങ്കിൽ ഇവർ വിളിക്കുന്ന പേരാണ് ഹിയർ യു ആൻഡ് വി ആർ കോൾഡ് കോഞ്ചുഗേറ്റ് ഹാർമോണിക് ഫങ്ഷൻസ്. ആ ഡെഫിനിഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇഫ് യു ഞാൻ എഴുതാം, the functions u and v are called conjugate harmonic functions if
u and v are harmonic and u plus iv is analytic. ഓക്കെ, ഇതാണ് നമുക്കിവിടെ പ്രൂവ് ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ചില പ്രോബ്ലംസ് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ യു ആൻഡ് വി ഹാർമോണിക് എന്ന് പറഞ്ഞു. യു പ്ലസ് ഐ വി അനാലിറ്റിക് ആണെങ്കിൽ അവർ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഫങ്ഷൻസ് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യു തന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വി കണ്ടുപിടിക്കാം. യു തന്നു കഴിഞ്ഞാൽ വി തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ യു പ്ലസ് ഐ വി അനാലിറ്റിക് ആയതുകൊണ്ട് യു തന്നാൽ നമുക്ക് കോഷി റീമൻ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് യു തന്ന വി കണ്ടുപിടിക്കാം, വി തന്ന യു കണ്ടുപിടിക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫൈൻഡ് ദ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഫംഗ്ഷൻ ഓഫ് ദ ഫംഗ്ഷൻ യു ഇസ് ഈക്വൽ ടു 2x ഇൻറ്റു 1 മൈനസ് വൈ. ഇതിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഫംഗ്ഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഞാൻ എടുത്ത് എഴുതാം. യു ഇസ് ഈക്വൽ ടു 2x ഇൻറ്റു 1 മൈനസ് വൈ. ലെറ്റ് v be the harmonic conjugate function of u. യുവിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഫംഗ്ഷൻ ആണ് വി എന്ന് എടുക്കുക. ഓക്കെ, നമ്മളിവിടെ ഈ വിയുടെ ടോട്ടൽ ഡെറിവേറ്റീവ് എഴുതാണ്. ദ ടോട്ടൽ ഡെറിവേറ്റീവ് ഓഫ് v is given by dv is equal to, ഇങ്ങനെ ടോട്ടൽ ഡെറിവേറ്റീവ് എഴുതാം, del v by del x into dx പ്ലസ് del v by del y. ഇവിടെ നമ്മൾ എടുക്കുന്നത് v is a function of x and y, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് del v by del y into dy. ഇങ്ങനെയാണ് ടോട്ടൽ ഡെറിവേറ്റീവ്. ഇനി നമ്മളിവിടെ കോഷി റീമൻ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. കോഷി റീമൻ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ del v by del x by CR conditions, del v by del x എന്താണ്, it is equal to minus del u by del y and del v by del y is equal to del u by del x. ഓക്കെ, കോഷി റീമൻ കണ്ടീഷൻസ് ആണ് നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്യാം. del v by del x പകരം മൈനസ് del u by del y into dx പ്ലസ് del v by del y പകരം del u by del x dy. ഓക്കെ, കോഷി റീമൻ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് യു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന് പകരം കോഷി റീമൻ കണ്ടീഷൻസ് യൂസ് ചെയ്ത് നമ്മൾ യുവിൻ്റെ വി അറിയില്ല നമുക്ക്, അതുകൊണ്ട് വിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് കോഷി റീമൻ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ യുവിലേക്ക് മാറി യുയുടെ ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാം, കാരണം യു ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, del u by del y, യുവിനെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, യുവിനെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈ ടൈം നോക്കുക, വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അവിടെ 2ഉം അതൊന്ന് ഓപ്പൺ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇറ്റ്സ് പ്രൊഡക്റ്റ് റൂൾ ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്കറിയാം ഇവിടെ എക്സ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ അല്ലേ, അപ്പോൾ 2x ഇൻറ്റു 1ന് 0 മൈനസ് വൈക്ക് എന്താണ് 1 അല്ലേ വരുന്നത്, അതെ, ഇൻറ്റു dx. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് -2x എന്നല്ലേ കിട്ടുന്നത്. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോറി ഇവിടെ മൈനസ് ഉണ്ട്, അതുകൊണ്ടാണ് മൈനസ് വരുന്നത്. -2x യെസ് ഇൻറ്റു -1 വരുന്നുണ്ടല്ലോ, ഇൻറ്റു -1 വൈക്ക് -1, 1ന് 0 വൈക്ക് -1 ഇൻറ്റു dx പ്ലസ് del u by del x. ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 2 ഇൻറ്റു 1 മൈനസ് വൈ. അപ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. അപ്പോൾ 2 ഇൻറ്റു 1 മൈനസ് വൈ കിട്ടും. അപ്പോൾ യുവിന് വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്തു, വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു ഡി വൈ കൂടെ ഒപ്പമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം 2x ആണ്, 2x dx പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് വൈ dy. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഡി വിയുടെ ഇക്വേഷൻ.
അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വി കണ്ടുപിടിക്കുക? വി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഹൗ ക്യാൻ യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് വി? വി എങ്ങനെ കണ്ടുപിടിക്കുക? ഡി വിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഞാൻ അടുത്ത പേജിൽ ചെയ്യാം. വിച്ച് ഇംപ്ലൈസ് വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദിസ് ടേം. ഇൻ്റഗ്രൽ ഓഫ് രണ്ട് ടേമാണ്, 2x dx. രണ്ടാമത്തെ ടേമിന് ഞാൻ സെപ്പറേറ്റ് ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് വൈ അല്ല, സെപ്പറേറ്റ് ഇൻ്റഗ്രൽ കൊടുക്കാം. എന്തായിരുന്നു ടേം? 2 × 1 - y dy. അപ്പോൾ ദിസ് ഈക്വൽ ടു 2xൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, 2 × x-ന് x²/2 ആണ്, പ്ലസ് ഇവിടെ 2 കോൺസ്റ്റൻ്റ് ആണ്, 1ൻ്റെ ഇൻ്റഗ്രൽ y ആണ്, yക്ക് y²/2 ആണ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. പ്ലസ് ദ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c. സോ ദിസ് ഈക്വൽ ടു x² പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2y - y² എന്നാണ് വരിക അല്ലേ, പ്ലസ് c. അപ്പോൾ ഇതാണ് നമ്മുടെ കോഞ്ചുഗേറ്റ് ഹാർമോണിക് ഫംഗ്ഷൻ. ദർഫോർ ദ കോഞ്ചുഗേറ്റ് ഹാർമോണിക് ഫംഗ്ഷൻ v ഓഫ് u, യുവിൻ്റെ കോഞ്ചുഗേറ്റ് ഹാർമോണിക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു, ഇതിനെയാണ് നമ്മൾ വി എന്ന് വിളിച്ചത് കേട്ടോ. u ഈസ് v ഈസ് ഈക്വൽ ടു x² - y², ഞാൻ ഓർഡറാക്കി എഴുതുകയാണ്, പ്ലസ് 2y പ്ലസ് c. ഓക്കെ, ഇതാണ് കോഞ്ചുഗേറ്റ് ഹാർമോണിക് ഫംഗ്ഷൻ ഓഫ് u. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ u ഈസ് ഈക്വൽ ടു ഹാഫ് x² പ്ലസ് y² ഈസ് ഹാർമോണിക്. ഫൈൻഡ് ദ ഹാർമോണിക് കോഞ്ചുഗേറ്റ്. ഈ ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് തെളിയിക്കണം. ഇതിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്കത് ഹാർമോണിക്കാന്ന് തെളിയിക്കാം. എങ്ങനെയാണ് ഹാർമോണിക്കാന്ന് തെളിയിക്കുക? ഈ ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. u ഈസ് ഈക്വൽ ടു ഹാഫ് x² പ്ലസ് y² എടുത്തു അല്ല, ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, del² u ബൈ del x² പ്ലസ് del² u ബൈ del y², 0 ആയിരിക്കണം. ഇതാണ് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് നോക്കാം. del u ബൈ del x ഒന്ന് കണ്ടുപിടിക്കാം. del u ബൈ del x, ഈ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ആ ഫംഗ്ഷൻ എഴുതിയപ്പോൾ ഇവിടെ ലോഗ് കൂടിയുണ്ട്, ലോഗ് ഓഫ് x² പ്ലസ് y² ആണ്. ആക്ച്വൽ ക്വസ്റ്റ്യനിൽ ലോഗ് ഓഫ് x² പ്ലസ് y² ആണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ലോഗിന് 1/, ആണ് വരിക അല്ലേ, x² പ്ലസ് y², പിന്നെ x² പ്ലസ് y² ഡെറിവേറ്റീവ് 2x വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണല്ലോ ചെയ്യുന്നത്, 2x പ്ലസ് 0, y കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. പാർഷ്യൽ ഡിഫറൻഷ്യൽ x/x² പ്ലസ് y² കിട്ടി. ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഒന്നുകൂടി d/dx എടുക്കാം. അപ്പോഴാണ് del² u ബൈ del x² കിട്ടുന്നത്. ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് ഇതൊരു കോഷ്യൻ ഫോമാണ്, ഡിനോമിനേറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ കോഷ്യൻ റൂൾ വെച്ച് ചെയ്യാം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ x² പ്ലസ് y² ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2x കിട്ടുക, yക്ക് 0 കിട്ടുക, ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ x² പ്ലസ് y² ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് x² പ്ലസ് y² മൈനസ് 2x² ഈ ടേം ഡിവൈഡ് ബൈ x² പ്ലസ് y² ഹോൾ സ്ക്വയർ. നമുക്ക് കിട്ടുക y² മൈനസ് x² ഡിവൈഡ് ബൈ x² മൈനസ് 2x² കൂടി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ മൈനസ് x² ഡിവൈഡ് ബൈ x² പ്ലസ് y² ഹോൾ സ്ക്വയർ. ഇതാണ് del² u ബൈ del x² കിട്ടിയത്. ഇതേപോലെ നമ്മൾ del v ബൈ del x കണ്ടുപിടിക്കാം. del v ബൈ del x കണ്ടുപിടിക്കാം. del v ബൈ del x അല്ല, del u ബൈ del x. ഇതിനെ ഒന്ന് വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യുക.
ഡെൽ യു ബൈ ഡെൽ വൈ കണ്ടുപിടിക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇതേപോലെയൊക്കെ തന്നെയാണ് വരിക. ലോഗിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/x² + y² വിത്ത് റെസ്പെക്ട് ടു y ആയതുകൊണ്ട് x² + y² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 + 2y ആണ് കിട്ടുക. വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ്. അപ്പോൾ ഇവിടെ y ഡിവൈഡഡ് ബൈ x² + y² കിട്ടും. നേരത്തെ x ഡിവൈഡഡ് ബൈ ആണ് കിട്ടിയത്. ഇനി del² u ബൈ del y². ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താ വരിക? ഈ ഫംഗ്ഷനാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡിനോമിനേറ്റർ ഇൻറ്റു x² + y² ഇൻറ്റു y. ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് y ആണ്, ഡെറിവേറ്റീവ് 1 ആണ്. മൈനസ് ഇപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ എഴുതി. ഇനി ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ. x² + y² ഡെറിവേറ്റീവ് എന്താ? 2y അല്ലേ? വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ന്യൂമറേറ്റർ ഇൻറ്റു, സോറി ഇവിടെ 1 അല്ല, ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ divided by x² plus denominator square. So this is x² plus y², x² plus y² minus 2y² divided by x² plus y² whole square. നമുക്ക് കിട്ടുന്നതാണ് y² minus 2y² പോയി കഴിഞ്ഞാൽ y², x² minus y² divided by x² plus y² the whole square. എന്ന് പറഞ്ഞാൽ ഈ ടേമിൻ്റെ ഒരു നെഗറ്റീവ് ന്യൂമറേറ്ററിൽ x² മൈനസ് y² ആണ്. ഇവിടെ y² മൈനസ് x² എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ടേംസ് ആഡ് ചെയ്ത് എത്ര കിട്ടും? 0 കിട്ടും. അതുതന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? therefore del² u by del x² plus del² u by del y² is equal to ഒരെണ്ണം y² minus x² by x² plus y² whole square ആണ്. മറ്റേത് x² minus y² divided by x² plus y² whole square ആണ്. ഓക്കെ, അപ്പോൾ ഈ ടേംസ് ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ y² minus y² ക്യാൻസൽ ചെയ്യും, minus x² ക്യാൻസൽ. സോ we will get 0. That is u satisfies അല്ലെങ്കിൽ u satisfied Laplace equation. Laplace equation അല്ലെങ്കിൽ Laplace's equation. Therefore u is harmonic. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. u ഹാർമോണിക് ആണെന്ന് തെളിയിച്ചു. u ഹാർമോണിക് ആണ് നമ്മൾ തെളിയിച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കോൺജുഗേറ്റ്, ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം. അത് നമ്മൾ v ആണെന്ന് എടുക്കാം. നമുക്ക് ലെറ്റ് v be the harmonic conjugate of u. Harmonic conjugate of u. യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് v ആണെന്ന് വിചാരിക്കാം. therefore നമ്മൾ വിയുടെ ടോട്ടൽ ഡെറിവേറ്റീവ് എഴുതുകയാണ്. ദ ടോട്ടൽ ഡെറിവേറ്റീവ് ഓഫ്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ, ഓഫ് വി. ഈ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞ് യു ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ പാർട്ടാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. ദ ടോട്ടൽ ഡെറിവേറ്റീവ് ഓഫ് വി ഈസ് ഡി വി എന്നാണ് നമ്മൾ എഴുതുക. എങ്ങനെയാണ് ഡെഫിനിഷൻ? del v by del x into dx plus del v by del y into dy. നമുക്ക് del v by del x അറിയില്ല, മാത്രമല്ല del v by del y അറിയില്ല. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ CR ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട്, കോഷി റീമൻ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് അതിനെ യുയിലേക്ക് മാറാം. ഇപ്പോൾ del v by del xന് പകരം നമുക്ക് മൈനസ് del u by del y എന്ന് എഴുതാൻ പറ്റും. കോഷി റീമൻ കണ്ടീഷൻ വെച്ച് മാറ്റിയതാണ്. del v by del yക്ക് പകരം del u by del x എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? നോക്കൂ, del u by del y നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. del u by del y തൊട്ട് മുമ്പത്തെ പേജിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. del u by del y എന്നുള്ളത് ഇതാണ്. del u by del y എന്നുള്ളത് ഇതാണ്. y divided by x² plus y² ആണ്. ഓക്കെ, y divided by x² plus, മറ്റേത് del u by del x ആണെങ്കിൽ x divided by x² plus y² അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡി വി ഇസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ എഴുതാം, ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് എന്താണ് എഴുതേണ്ടത്? del u by del y ആണ്.
അപ്പോൾ അതെന്താണ്? y ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഇൻറ്റു ഡി എക്സ് പ്ലസ് മറ്റേത് ഡെൽ യു ബൈ ഡെൽ എക്സ് ആണ്. അപ്പോൾ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഇൻറ്റു ഡി വൈ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നതാണ്. ഡിനോമിനേറ്റർ സെയിം ആയതിന് ഞാൻ ഒരുമിച്ച് എഴുതിക്കോട്ടെ. എക്സ് ഡി വൈ ആദ്യം എഴുതാം പോസിറ്റീവ് ആയിട്ടുള്ള ടൈം മൈനസ് വൈ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ നമ്മൾക്കത് ആ ടൈം പരിചയം ഉണ്ടെങ്കിൽ മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ. ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതാ കിട്ടുക. അപ്പോൾ ദിസ് ഈസ് നത്തിങ് ബട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. മനസ്സിലായി? പെട്ടെന്നൊരു ഫംഗ്ഷൻ കാണുമ്പോൾ നമുക്ക് തോന്നണമെന്നില്ല, പക്ഷേ അത് പരിചയം ഉണ്ടെങ്കിലേ തോന്നുള്ളൂ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ കിട്ടാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റും ചെയ്ത് കാണിക്കാം. ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എങ്ങനെ ചെയ്യുക? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ 1/1 പ്ലസ് ദിസ് വൈ ബൈ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വൈ ബൈ എക്സ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ റൂൾ വെച്ച് ചെയ്യണം. എക്സ് ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. വൈ ഡെറിവേറ്റീവ് 1 ആണ് മൈനസ് ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ. ഇവിടെ എഴുതുമ്പോൾ ഒരു കാര്യം ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് 1 എഴുതല്ല, ഡി വൈ എന്നാണ് എഴുതേണ്ടത്. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ, അത് ഡി എക്സ് എന്ന് എഴുതാം. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റു ഈ സെക്കൻഡ് അതാണ് വരുന്നത്. മനസ്സിലായോ? ടോട്ടൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഉണ്ട്. സോ ദിസ് ഇസ് ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്താൽ വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ആണ്. ഡിനോമിനേറ്റർ എൽ സി എടുത്താൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഉണ്ട്, അത് മുകളിൽ എഴുതാം. ഇൻറ്റു ഈ ടേം നമ്മളൊന്ന് ഓർഡർ ആയിട്ട് എഴുതാണ്. എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ ആണ്. ഇതിൽ എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും. ബാക്കി കിട്ടുന്നതാണ് ഈ ടേം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ദെർഫോർ the function v is equal to integral dv which is equal to integral of derivative of tan inverse y by x. അപ്പോൾ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് പ്ലസ് സി എന്ന് കിട്ടും. where c is a real constant. Okay, so we got the required harmonic conjugate function. u ന്റെ harmonic conjugate function കിട്ടി tan inverse y by x plus c. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഒരു ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷൻസ് യുവും വിയും ഹാർമോണിക് ആണ്. അവരെ കമ്പൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ അനലിറ്റിക് കൂടിയാണെങ്കിൽ അവരെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഫംഗ്ഷൻസ് ആണ് വിളിക്കുക. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നാൽ മറ്റേ ഫംഗ്ഷൻ നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷനിൽ ഒരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഒരു പാർട്ട്, റിയൽ പാർട്ട് തന്നാൽ ഇമാജിൻ പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാം, ഇമാജിനറി പാർട്ട് തന്നാൽ റിയൽ പാർട്ട് കണ്ടുപിടിക്കാം. അത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ബാക്കി കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. താങ്ക് യു.